നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം. പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടാകാറുമുണ്ട്. അതുപോലെ തന്നെ ഇത് മരണം വരെ തുടരുമെന്നുള്ള ഒരു അസുഖമായതുകൊണ്ടുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വേറെയും. അതേപോലെ തന്നെ ഈ പ്രമേഹം കാരണം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഭക്ഷണക്രമത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇതുമായി അനുബന്ധപ്പെട്ട് വരുന്ന വേറെ അസുഖങ്ങൾ, ഈ പറയുന്ന പോലെ ഹാർട്ടിന്റെ ഇഷ്യൂസ്, കിഡ്നിയുടെ ഇഷ്യൂസ്, ഇവയൊക്കെയാണ്. കൃത്യമായ ദിനചര്യ, അതായത് കൃത്യമായ ഭക്ഷണക്രമം, ഈ പ്രമേഹത്തെ നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ പയർവർഗ്ഗങ്ങൾ, ഇല്ലവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഉറക്കം, അതേപോലെ തന്നെ പ്രമേഹം ദീർഘകാലമുള്ള അസുഖം, ആ ഒരു ടെൻഷനെ ഒഴിവാക്കി ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു ദൃഢബോധവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. ആയുർദാനിൽ വരുന്ന ഓരോ പ്രമേഹ രോഗിയുടെ പ്രശ്നം കൃത്യമായി മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ പരിഹാരങ്ങൾ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കാൻ കൊടുത്തും, ആവശ്യമെങ്കിൽ കിടത്തി ചികിത്സയിലൂടെയും പിന്നീട് കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ട്, അതേപോലെ എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ച് വെക്കണം നിയന്ത്രിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രമേഹം ഉണ്ടെങ്കിലും സാധാരണ ജീവിതം സാധ്യമാകുമോ എന്ന സംശയം മാറ്റി നിർത്തി സാധാരണയായി തന്നെ നമുക്ക് ജീവിക്കാനും പറ്റും.